ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോട്ട് ബഡി ഡോട്ട് ഇൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഇത് എഴുതിയിട്ടുള്ളത് ലിയാം ഓഫ് ലഹർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററാണ്. ഇതൊരു റിവിഷൻ ക്ലാസ് ആയിരിക്കും. സോ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. സോ ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു സീഗളിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറിയാണ്, ഒരു കടൽക്കാക്കയെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണത്. ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സീകൾ ഒറ്റക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹി വാസ് അലോൺ ഓൺ എ ലെഡ്ജ്. എന്തുകൊണ്ടാണ് ഈ സീകൾ ഒറ്റക്കായത്? ഈ സീകളിൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ ഓൾറെഡി എന്താണ് പറക്കാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സീകളിന് എന്താണ് പറക്കാൻ പേടിയാണ്. അതിന് ഓടാനൊക്കെ പറ്റുന്നുണ്ടെങ്കിലും പറക്കാൻ പേടിയായിരുന്നു. കാരണം ഈ സീകളിൻ്റെ വിങ്സ്, അതായത് ചിറകുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലേ എന്നുള്ളൊരു പേടി, ഒരു ഡൗട്ടായിരുന്നു സീകളിന്. അതുകൊണ്ട് തന്നെ അത് പറക്കാൻ പേടിച്ചിട്ട് പറക്കാതിരിക്കുമായിരുന്നു. നമ്മുടെ സീകളിൻ്റെ പാരൻസ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് സീകളിനെ പറക്കാൻ വേണ്ടത്. അതുപോലെ തന്നെ സിബ്ലിങ്സും പാരൻസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സീകൾ എന്താണ് പേടിച്ചിട്ട് പറക്കുന്നില്ല. ഒരു വഴിയില്ലാതാവുമ്പോൾ അത് പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സീകളിന് ഇനി ഭക്ഷണമൊന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഫുഡൊന്നും കഴിക്കാൻ കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സീകളിന് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങുകയാണ്. സീകൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഫാമിലിയിലുള്ള മറ്റ് ആളുകളെല്ലാം, പേരൻസും അതുപോലെ തന്നെ സീകളുടെ സിബ്ലിങ്സ് എല്ലാം ഈ ഡൈവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫിഷിനെ ക്യാച്ച് ചെയ്യുന്നതും മീൻ പിടിക്കുന്നതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശപ്പ് സഹിച്ചുകൊണ്ടാണ് സീകൾ ഈ കാഴ്ചയെല്ലാം അങ്ങനെ കണ്ടിരിക്കുന്നത്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ നമ്മുടെ സീകൾ എഗ്ഷെല്ലെല്ലാം കൊത്തി തിന്നാൻ ശ്രമിക്കുന്നത് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ പറ്റും. പക്ഷേ എന്നിട്ടും സീകൾ പറക്കാൻ തയ്യാറാവുന്നില്ല. ഭയങ്കരമായിട്ടുള്ള പേടി സീകളിനെ പറക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് സീകളുടെ മദർ ഓപ്പോസിറ്റ് ക്ലിഫിൽ ഒരു ഫിഷിനെ കാലിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. ആക്ച്വലി മദർ സീകളിനെ ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓൾറെഡി ഹംഗ്രി ആയിരിക്കുന്ന ഈ സീകളിനെ ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് മദർ ഈ ഫിഷ് കഴിക്കുന്ന പോലെയൊക്കെ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഫിഷുമായിട്ട് സീകളിനെ നേരെ പറക്കുന്നുണ്ട്. പക്ഷേ അമ്മ ആ ഫിഷ് സീകളിന് കൊടുക്കുന്നില്ല. സീകളിനെ ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ ഓൾറെഡി ഭയങ്കരമായിട്ട് ഹംഗ്രി ആയിരുന്ന നമ്മുടെ സീകൾ ഈ ഫിഷ് കണ്ടതും ടെംപ്റ്റഡ് ആയിട്ട് അങ്ങ് എടുത്ത് ചാടുകയാണ്, ഡൈവ് ചെയ്യുകയാണ്. ഡൈവ് ചെയ്യുന്നതോടെ സീകൾ താഴോട്ട് പോകുമ്പോൾ പെട്ടെന്ന് സീകൾ വിങ്സ് ഒന്ന് ഫ്ലാപ്പ് ചെയ്യുമ്പം സീകൾ പറക്കാൻ തുടങ്ങണം. അങ്ങനെയാണ് സീകൾ മനസ്സിലാക്കുന്നത് തനിക്ക് പറക്കാൻ പറ്റുമെന്ന്. സീകൾ സർപ്രൈസോട് കൂടി അത്ഭുതപ്പെട്ടു പോവുകയാണ് സീകൾ. അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള സീകൾ ഇങ്ങനെ കുതിച്ചുയർന്ന് അതുപോലെ തന്നെ വേവ്സിൻ്റെ, തിരമാലകളുടെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ ഉയർന്ന് പറക്കുകയാണ്. ആൻഡ് ഫൈനലി കടലിൻ്റെ മേലെ വന്നിട്ട് അങ്ങനെ ലാൻഡ് ചെയ്യുകയാണ്. കടൽക്കാക്കകളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ കടലിൻ്റെ മേലെ, അതുപോലെ തന്നെ സീകൾ അങ്ങനെ പറന്ന് വന്നിട്ട് കടലിൽ വന്നിട്ട് ലാൻഡ് ചെയ്യുന്നു. അപ്പോൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് സീകളിന് പേടിയുണ്ട്, അഥവാ ഞാനങ്ങനെ മുങ്ങിപ്പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ എന്ത് ചെയ്യാണ്, സീകളിൻ്റെ ബോഡി ആ വെള്ളത്തിൽ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ കടൽ വെള്ളം സീകളിന് സ്ട്രെയിഞ്ച് ഒരു പേടി തോന്നിക്കുന്നുണ്ടെങ്കിലും സീകളിന് പിന്നെ എന്താ, സീകളിൻ്റെ ബെല്ലിയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ സീകൾ മനസ്സിലാക്കുകയാണ് തനിക്ക് പറക്കാൻ പറ്റുമെന്നത് സീകൾ മനസ്സിലാക്കുകയാണ്. ആ പേടി സീകളിന് അതുവരെ ഉണ്ടായിരുന്ന പേടി മാറുകയാണ് അവസാനം. സീകളിൻ്റെ പേടിയൊക്കെ മാറി പറക്കുന്നത് കാണുമ്പോൾ പാരൻസും സിബിലിങ്സൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീകളും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഒരുപാട് നേരം വിശന്ന് കഴിഞ്ഞിരുന്ന സീകളിന് പാരൻസ് എന്ത് ചെയ്യാണെന്ന് ഫിഷും ഫുഡൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ആദ്യം സീകളിൽ എങ്ങനെയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നില്ല പറക്കാൻ. ശേഷം എന്ത് ചെയ്യാണ്, പാരൻസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു, അങ്ങനെ സീകളിന് ധൈര്യം കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും സീകൾ പറക്കാൻ തയ്യാറാവുന്നില്ല. പിന്നെ പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നില്ല അല്ലേ. സീകളിനെ പട്ടിണിക്കിടാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം ഹംഗ്രി ആയിട്ടുള്ളൊരു സീകൾ അമ്മയുടെ കയ്യിൽ ഫിഷ് കാണുമ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട്, അത് ഗ്രാബ് ചെയ്യാൻ വേണ്ടി ഡൈവ് ചെയ്യുമ്പോഴാണ് സീകളിന് മനസ്സിലാവുന്നത് സീകളിന് പറക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ സീകളിൻ്റെ വിങ്സിനെ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത്. സോ അതാണ് ബേസിക്കലി ഈ കഥ. ഇത് ഈ കഥയുടെ ബ്രീഫസ്റ്റ് സമ്മറിയാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ സ്റ്റോറിയുടെ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് ഈ സ്റ്റോറിയുടെ മെയിൻ തീംസ്. നിങ്ങൾക്ക് എക്സാമിന് എസ്സേ ഒക്കെ എഴുതുമ്പം ഈ പോയിൻറ്റ്സ് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓവർകമ്മിങ് ഫിയർ, കറേജ് ത്രൂ നെസസിറ്റി, ഫാമിലി സപ്പോർട്ട് ആൻഡ് ടഫ് ലവ്, അതുപോലെ തന്നെ സെൽഫ് ഡിസ്കവറി. ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിന് ചോദിച്ച് കാണാറുണ്ട് അതിനെക്കുറിച്ചുള്ള എസ്സേ. സോ സീകളുടെ ലൈഫിൽ ഫാമിലി സപ്പോർട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ഇതൊരു 7 പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ ഈ സ്റ്റോറീനെ സ്പ്ലിറ്റ് ചെയ്തതാണ്. ഈസി 7 പോയിൻറ്റ്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ യങ് സീകൾ ഈസ് എഫ്രൈഡ് ടു ഫ്ലൈ. എന്താണ് യങ് സീകളിന് എന്തായിരുന്നു, പറക്കാൻ പേടിയായിരുന്നു അല്ലേ. പിന്നെന്താ വരുന്നത്, ഫാമിലീസ് എൻകറേജ്മെൻറ്റ് ആൻഡ് റെഫ്യൂസൽ ടു ഫീഡ് ഹിം. എന്താണ്, ഫാമിലി എന്ത് ചെയ്യാണ്, ഫീഡ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒബ്സർവേഷൻ ഓഫ് ഫാമിലി ഫ്ലൈയിങ് ആൻഡ് ഫിഷിങ്. എന്താണ്, സീകൾ കാണുന്നുണ്ടല്ലേ ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഫ്ലൈ ചെയ്യുന്നു ഫിഷ് ചെയ്യുന്നതെല്ലാം. പിന്നെന്താണ്, ഹങ്കർ ബിൽസ്. എന്താണ്, സീകളിന് വിശക്കാൻ തുടങ്ങുകയാണ്. പാരൻസ് എന്ത് ചെയ്യാണ്, ഫീഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സീകളിന് എന്താണ്, വിശക്കാൻ തുടങ്ങുകയാണ്. നെക്സ്റ്റ് എന്താണ്, മദർ ടൈംസ് ഹിം വിത്ത് ഫിഷ്. എന്താണ്, മദർ ഈ
ഫിഷ് കാണിച്ചു കൊടുത്തിട്ട് സീകളുടെ മദർ ഫിഷ് കാണിച്ചു കൊടുത്തിട്ട് ടെംപ്റ്റ് ചെയ്യുന്നുണ്ട് ആര് സീകളിനെ. അത് കാണുമ്പോൾ ഓൾറെഡി വിശന്നിരിക്കുന്ന സീകൾ എന്ത് ചെയ്യണം, ഡൈവ് ചെയ്യാണ്. അതിനുശേഷമാണ് സീകൾ എന്ത് റിയലൈസ് ചെയ്യുന്നത്, എന്ത് തനിക്ക് പറക്കാനുള്ള കഴിവുണ്ടെന്ന്. അങ്ങനെ സീകൾ എന്ത് ചെയ്യാണ്, വിങ്സ് എല്ലാം ഫ്ലാപ്പ് ചെയ്ത് പറന്ന് ഫൈനലി സീൽ ലാൻഡ് ചെയ്യാണ്. ആൻഡ് ഫൈനലി സെലിബ്രേഷൻ ഓൺ ദ സീ. സോ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ബ്രീഫസ്റ്റ് സമ്മറി. ഈ സമ്മറി മാത്രം ചുമ്മാ കേട്ട് പോയാൽ മാത്രം പോരാ, നിങ്ങൾ ടെക്സ്റ്റ് നല്ലോണം വായിക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് എക്സാംസ് നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. സോ ഈ ചാപ്റ്ററിൻ്റെ സമ്മറി അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും എല്ലാം notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ചെക്കൗട്ട് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സൈറ്റിലുണ്ട് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ സീ യു അഗെയിൻ. താങ്ക് യു.